ഇന്നിപ്പോൾ വിശദമായി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ മികച്ച പോളിംഗ് 3 മണി വരെ 78.68% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അതിലും ഉയർന്നിട്ടുണ്ട്. പൂർവ ബർധമനിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് 83.11%. ഹുഗ്ലിയാണ് തൊട്ടുപിന്നിൽ 80.77. ഉയർന്ന പോളിംഗിന് ബംഗാൾ ജനതയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേന്ദ്ര സേനയ്ക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും മമതാ ബാനർജി രംഗത്തെത്തി. There are so many. Number one, they are going for. Number two, they are from yesterday night they started atrocities and they arrested so many of people. So there is a court order. It is a contempt of court. We have sent our notices to the concerned authority. But I have never seen this type of democracy. But instead of that, I am saying they have debuted the press media that whatever তারা যেটা বলবে সেটা প্রেসকে দেখাতে হবে যে বিজেপির সার্ভিস। আমি বলছি নো, ভিক্টরি ইজ হিয়ার অ্যান্ড তৃণমূল ইজ উইনিং। একদম জিতছে। সবাইকে বলবো শান্ত থাকতে এবং 6টা পর্যন্ত যারা ভোট করবে প্লিজ, এবং 6টা পর্যন্ত যারা লাইনে থাকবে তাদের ভোটার স্লিপ দিতে বাধ্য। অ্যান্ড সিআরপিএফ ক্যানট টর্চার লাইক দিস। সি, নো স্টেট পুলিশ ইজ দেয়ার। None of the booths are state. None of the booths. All they have captured. All they have captured. Is it their duty? They should secure the border. Instead of secure the border, they are securing one political party. വി ആർ കാർത്തിക് കൂടുതൽ വിവരങ്ങൾ നൽകും. കാർത്തിക്, ഈ മമതാ ബാനർജി രോഷാകുലയായി ഈ കേന്ദ്ര സേനകൾക്കെതിരെ പറയുന്നു. അതിനു മുമ്പ് ഈ ആദ്യഘട്ടത്തിലെ പോലെ തന്നെ പോളിംഗ് ശതമാനം അത് 90% കടന്നു പോകുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? എൽദോ, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ബംഗാളിൽ ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് കണ്ടത്. 93.19% പോളിംഗാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. ഇന്ന് 3 മണിവരെയുള്ള ഔദ്യോഗിക കണക്കുകൾ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് 78% പോളിംഗ് 3 മണിവരെ രേഖപ്പെടുത്തി. ഇപ്പോൾ 80% കടന്നു എന്ന അനൌദ്യോഗിക വിവരങ്ങൾ അവിടുന്ന് പുറത്തുവരുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ നടന്ന പോളിംഗിനേക്കാൾ പോളിംഗ് ശതമാനം ഉയരും. മികച്ച പോളിംഗിലേക്കാണ് രണ്ടാം ഘട്ടത്തിലും ബംഗാൾ വിധി എഴുതുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 3 മണിവരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത് എങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പ് ഓഫീസർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബംഗാളിൻ്റെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒന്നാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തെക്കാൾ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ്. അതായത് 93%-ലധികം പോളിംഗ് ബംഗാളിൽ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായേക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നു. രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പൂർവ ബർധമനിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇവിടെ 83.11% പോളിംഗ്. ഇത് ഒരു കാർഷിക മേഖലയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ജനവിഭാഗങ്ങൾ ഏറെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് എന്നത് ശ്രദ്ധേയമാണ്. മിനിമം താങ്ങുവില അടക്കം കർഷക പ്രശ്നങ്ങൾ നിരവധി ചർച്ചയായിരുന്നു പ്രചരണത്തിൽ. ആ പ്രചരണത്തിലെ ചർച്ചയിൽ BJPയും തൃണമൂൽ കോൺഗ്രസും പരസ്പരം ആക്രമണവും പ്രത്യാക്രമണവും നടത്തുകയുണ്ടായി. അവിടെയാണ് കനത്ത പോളിംഗ് എന്നത് ശ്രദ്ധേയമാണ്. 83.11% അവിടെ പോളിംഗ്. ഹൗറയിലും ഹുഗ്ലിയിലുമാണ് പിന്നീട് പോളിംഗ് ശതമാനം ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഇവിടെ 3 മണിക്ക് മുൻപ് തന്നെ 75% പോളിംഗ് പിന്നിടുകയും ചെയ്തു. ഈ ഹൗറയിലും ഹുഗ്ലിയിലുമായി 34 സീറ്റുകളാണുള്ളത്. ഇത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 30 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേടിയിരുന്നു. അവിടെയും ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാണ്. 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഏറെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അവിടെയൊക്കെ തന്നെ മികച്ച പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇന്ന് അല്പം മുമ്പ് ഭവാനിപൂരിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ മമതാ ബാനർജിയുടെ പ്രതികരണം സാധാരണഗതിയിൽ വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സേനയെയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മമതയുടെ വാക്കുകൾ എന്നതാണ് ഏറെ ശ്രദ്ധേയം. മമതാ ബാനർജി മിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ കേന്ദ്രസേന മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും തൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയേറെ കടുത്ത രീതിയിൽ ഇടപെടുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. അട്രോസിറ്റീസ് എന്ന വാക്കാണ് മമതാ ബാനർജി ഉപയോഗിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നു. ആ വിമർശനങ്ങൾക്കിടയിലും വിജയം ഉണ്ടാകും എന്ന ആത്മവിശ്വാസം
കോൺഗ്രസും കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ പ്രചരണ ഘട്ടത്തിലൊക്കെ 200 സീറ്റുകൾ, രണ്ടാം ഘട്ടത്തിലും 100 സീറ്റിലധികം നേടും എന്നായിരുന്നു പ്രചരണ ഘട്ടത്തിൽ മമതാ ബാനർജി പറഞ്ഞിരുന്നത്. അത്രത്തോളം ഒരു ആത്മവിശ്വാസം ഇന്നത്തെ പ്രതികരണത്തിൽ ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. മറിച്ച് മറുവശത്ത് പ്രധാനമന്ത്രിയാകട്ടെ ബംഗാൾ ജനതയെ അഭിനന്ദിക്കുന്നു. ഈ ഘട്ടത്തിൽ, അതായത് ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം റെക്കോർഡിലേക്ക് കടന്നു, രണ്ടാം ഘട്ടത്തിലും റെക്കോർഡിലേക്ക് പോളിംഗ് ശതമാനം ഉയരുന്നു. ഇതിന് ബംഗാൾ ജനതയെ അഭിനന്ദിക്കുന്നു. ഭയമില്ലാതെ ബംഗാൾ ജനത ഇറങ്ങി വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയരാൻ കാരണം എന്നുകൂടി ബംഗാളിലെ BJPയുടെ വിവിധ നേതാക്കൾ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണം, ആ ഭരണം തുടർന്ന് മുന്നോട്ട് പോകാൻ ശക്തമായ പ്രചരണം തൃണമൂൽ കോൺഗ്രസ് നടത്തിയിരുന്നു. അതാണ് ഈ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചതെന്ന് തൃണമൂൽ അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഭയമില്ലാതെ ജനങ്ങൾ ഇറങ്ങി വോട്ട് രേഖപ്പെടുത്തിയതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം ഉയർന്നത് എന്ന് BJPയും അവകാശപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. റൈറ്റ്, VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ മികച്ച പോളിംഗിലേക്കാണ്, മികച്ച പോളിംഗിൽ ഒരുപക്ഷേ റെക്കോർഡ് പോളിംഗിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.